എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് ഹെൽത്തി ആയിട്ടുള്ള 2 സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. സ്പെഷ്യലായിട്ട് ഒന്നും പുറത്തുനിന്ന് വാങ്ങണ്ട. നമുക്ക് അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര പൊടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ വലിയ ശർക്കര ചീകി എടുത്തതായാലും മതിയേ. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഉരുക്കിയിട്ട് അരിച്ചുകൂടി എടുത്തിട്ടാണ് ചേർക്കുന്നത്. നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത് തൊലി കറുത്ത് തുടങ്ങിയ 2 നേന്ത്രപ്പഴമാണ്. പിന്നെയും പഴത്തിൻ്റെ റെസിപ്പിയാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും എന്താ നമ്മുടെ ശർക്കരപ്പാനിയെല്ലാം റെഡി ആയിട്ടുണ്ടേ. അത് അവിടെ ഇരുന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമുക്ക് നമ്മുടെ പഴത്തിനെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ ജ്യൂസാക്കി എടുക്കാൻ പാടില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതാ ഇപ്പോൾ ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഒരു ചെറിയ പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് അതിൻ്റെ പച്ചച്ചവ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക, മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ഉടച്ചു വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരപ്പാനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട്. അല്ലാണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് കോരി ഒഴിക്കരുതേ. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒക്കെ മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ തേങ്ങയും എള്ളും കൂടി വറുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതിനെ ചേർത്ത് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്യാം. അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതിനെയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഒറ്റ തവണയായിട്ടാണ് ചേർത്തത്. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി കൂടെ ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് തിക്കായൊരു ബാറ്ററായിത്തീരും. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ഇന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം മിക്സിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് ഉള്ളത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് പിന്നീട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന പൊടികൾക്കനുസരിച്ച് ആ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. ചില അരിപ്പൊടികൾക്ക് കുറച്ച് വെള്ളം മതിയാകും, ചില അരിപ്പൊടി നന്നായിട്ട് വെള്ളം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിൽ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടയായിട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. മിക്സിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 20-25 മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ കുറച്ചുകൂടി ബാറ്റർ ഒന്ന് തിക്കായിട്ട് വരും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വീണ്ടും നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർക്കാനേ പാടില്ല. ചെറു ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. വെള്ളം കൂടി ചേർത്തിട്ട് ഒരു നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ബാറ്റർ പോലെ ആ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുഴച്ച് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആദ്യമേ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് നോക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് തന്നെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടല്ലോ, അതിനെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിങ്ങനെ നെയ്യ് ചേർക്കുന്നത് ഇഷ്ടമില്ല എങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി ഓരോ കുഴിയിലേക്കും ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒഴിച്ചതിനെ നമുക്ക് തിരിച്ച് ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കാം. പിന്നെ ഞാൻ ഉപയോഗിച്ച ശർക്കരയ്ക്ക് തീരെ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഈ സ്നാക്കിന് ഇത്രയും കളർ കുറവ്. നല്ല കരിപ്പൊട്ടിയൊക്കെ ആണെങ്കിൽ, അല്ലാതെ നമ്മുടെ ബ്രൗൺ കളർ ശർക്കരയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ഉണ്ണിയപ്പത്തിൻ്റെ കളറിലുള്ള സ്നാക്ക് തന്നെ കിട്ടിയേനെ. നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും കോരിയെടുക്കാവുന്നതാണ്. നമ്മുടെ അഗ്രഹാര മാമിമാരൊക്കെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി പഴം പനിയാരമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണെന്നേ.
സാധാരണ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴാണ് അഗ്രഹാരങ്ങളിൽ ഈ പഴം പനിയാരം ഉണ്ടാക്കിയെടുക്കാറ്. നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വീട്ടിൽ വെറുതെ പഴുത്ത് കറുത്ത് പോകുന്ന പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണല്ലോ. കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാനും പറ്റും.